ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്. അപ്പോൾ ഇതാണ് നെല്ലിയാമ്പതി ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ചെക്ക് പോസ്റ്റ്. ഫസ്റ്റ് ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ മേളിലേക്ക് കയറ്റി വിടുന്നത്. അത് കഴിഞ്ഞ് പോകുന്ന വഴി നേരെ നമ്മൾ ചെല്ലുന്നത് ഫസ്റ്റ് വ്യൂ പോയിൻറ്റിലേക്കാണ്. പോകുന്ന വഴിയെല്ലാം ധാരാളം കാടുകൾ നമ്മൾ കാണുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കാടുകളാണ്. ഇവിടെ നിന്ന് നമുക്ക് നല്ല നല്ല ഫോട്ടോസൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നിരവധി സഞ്ചാരികളാണ് ഓരോ ദിവസം അവിടെ എത്തിച്ചേരുന്നത്. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടുന്ന് നെല്ലിയാമ്പതിയിലേക്ക് നേരെ വെച്ച് പിടിച്ചു. പോകുന്ന വഴിയെല്ലാം നല്ല അടിപൊളി സീനറിയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. പോകുന്ന വഴിയെല്ലാം നമുക്ക് കാട്ടുകുരങ്ങുകളെയും കാട്ടുപന്നിയെയും കാണാൻ പറ്റും. നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ പല പല മൃഗങ്ങളെ ഇവിടെ നിന്ന് വെച്ച് കാണാൻ പറ്റും. ഞങ്ങളന്ന് കണ്ടത് കാട്ടുകുരങ്ങിനെയും പന്നിയുമാണ്. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി നല്ല റൂട്ടിലൂടെയാണ് നമ്മൾ പിന്നെ ചെന്ന് ചേരുന്നത്. ആ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പിന്നെയും മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ നമ്മൾ നേരെ ചെന്നെത്തിച്ചേരുന്നത് ഒരു ജംഗ്ഷനിലേക്കാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ എല്ലാ പോകേണ്ട ലൊക്കേഷൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ പോകേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്നത് നമ്മുടെ ഇവിടെ വെജിറ്റബിൾ ഫാം ആൻഡ് ഫ്രൂട്ട്സിൻ്റെ ഫാം എല്ലാം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ നേരെ പോകുന്നത്. പോകുന്ന വഴിയെല്ലാം അതിമനോഹരമായ വ്യൂസാണുള്ളത്. നിങ്ങൾ നെല്ലിയാമ്പതിയിലേക്ക് വരികയാണെങ്കിൽ മഴ സീസണിലാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഫാമിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ കുറേയധികം ഫ്ലവേഴ്സ് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ അതെല്ലാം കണ്ടിങ്ങനെ പോകണം. പോയി കഴിയുമ്പോൾ നേരെ ഒരു ഗാർഡൻ്റെ അകത്തോട്ടാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അവിടെ പലവിധ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. പല വിവിധ ഐറ്റങ്ങൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കണ്ട് പോകാം. ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് അടിപൊളി എക്സ്പ്ലോർ ചെയ്യാം. അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഒരു ഏറുമാടം കാണുന്നത്. അത് അവിടുത്തെ ഒരു മനോഹരമായ കാഴ്ചയാണ്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ തന്നെ നല്ല ആംബിയൻസ് ആണ്. അവിടുത്തെ ഏരിയ മൊത്തം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞങ്ങളും വേറെ ഒന്നും നോക്കില്ല, നേരെ പോയി അതിൽ കയറി വരുമ്പോൾ ആ ഒരു ഫാമിൻ്റെ മൊത്തം കാഴ്ച നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റും. അവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. അപ്പോൾ ഞാനും ഒന്നും നോക്കിയില്ല, നേരെ കയറി അതിൻ്റെ മുകളിൽ ചെന്ന് വരുമ്പോഴാണ് നല്ല ഹൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞ് അവിടുത്തെ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അവിടുത്തെ വ്യൂ. അതിൻ്റെ മേളിൽ നിന്ന് നമുക്ക് അവിടുത്തെ ഒട്ടുമിക്ക എല്ലാ സ്ഥലവും വ്യക്തമായി കാണാം. കയറി കഴിയുമ്പോൾ നല്ല തണുപ്പും നല്ല ശാന്തതയും. അടിപൊളി സ്ഥലമായിരുന്നു. എന്തായാലും നെല്ലിയാമ്പതി വരുന്നവരെന്തായാലും ഈ ഫാം വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്ട്രോബെറി ഇതെല്ലാം നമുക്ക് അവിടെ സാമ്പിളുകൾ ഔട്ട്ലെറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇതെല്ലാം നമുക്ക് പേ ചെയ്ത് മേടിക്കാവുന്നതാണ്. ഇതെല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസാണ്. നമുക്ക് ഫ്രഷായിട്ട് രാവിലെ പറിച്ച് തന്ന് നേരെ ലൈവായിട്ട് പാക്ക് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് തരും. അപ്പോൾ നമുക്ക് എത്ര ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി മേടിക്കാം. ഇതെല്ലാം അവിടുത്തെ തന്നെ കൃഷി ചെയ്യുന്ന ഉണ്ടാക്കുന്ന ഐറ്റങ്ങളാണ്. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് അവിടുത്തെ ഒരു സൂയിസൈഡ് പോയിൻറ്റിലേക്കാണ്. നേരെ ഞങ്ങൾ അങ്ങോട്ട് വെച്ച് പിടിച്ചു. ഇതാണ് അവിടുത്തെ സൂയിസൈഡ് പോയിൻ്റ്. നിങ്ങളവിടെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, അടിപൊളി ആംബിയൻസാണ്. നല്ല മഴ ടൈമിൽ, റെയിനി ടൈമിൽ നല്ല അടിപൊളി ആംബിയൻസാണ് അവിടെ. പോകുന്നവരെന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക.